ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൂമെന്റ്സ്. ഇത് ഏതാ സ്ഥലം? ഇതാണ് ലുലു മോൾ ഫുഡ് കോർട്ട്. ലുലു മോളിൻ്റെ ഫുഡ് കോർട്ടാണ് കേട്ടോ. അയ്യോ, എന്നാ തിരക്കാന്നറിയാവോ. ഒരു സൺഡേ ആയിരുന്നു, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുന്നേ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഞാനൊരു ദിക്കിൽ പോയി, മോൾ വേറൊരു ദിക്കിൽ പോയി നിന്നു. എന്നിട്ട് പിന്നെ ആൾക്കാർ എണീക്കുന്ന കാത്ത് നിന്ന് സീറ്റ് പിടിച്ച് അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് നല്ലൊരു സീറ്റ് കിട്ടി. മറ്റേ സിസ്ലേഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ടല്ലോ, അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾക്ക് സിസ്ലർ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. ഈ മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ കണ്ടോ, ഇത് പനീർ സിസ്ലറാ. അതുണ്ടല്ലോ, അതിൻ്റെ ചൂട് പോവില്ല, അതാണ് അതിൻ്റെ ഒരു ഗുണം. അത് എൻ്റെ വരെ തീർന്ന വരെ അതിൻ്റെ ചൂടിങ്ങനെ നിൽക്കും, വായൊക്കെ പൊള്ളിപ്പോട്ടോ. പക്ഷെ ഉണ്ടല്ലോ, എന്നാ ടേസ്റ്റാന്ന് പറയുക. ആ ചൂടാണ് അതിൻ്റെ ടേസ്റ്റ്. ചൂടോടെ കഴിക്കണം, ആറിയിട്ട് കഴിച്ചിട്ട് കാര്യമില്ല ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ പാറു ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അവൾക്ക് അതിൻ്റെ ആ പനീർ ക്യൂബ്സ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അവൾക്ക് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല അതിൽ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഊതി ഓരോ പനീറിൻ്റെ കഷ്ണം അവളുടെ പ്ലേറ്റിൽ അവൾക്ക് ഇട്ട് കൊടുക്കും. അവളത് പയ്യെ അതൊന്ന് കഴിച്ചോളും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നറിയോ? പനീറുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ചോറുണ്ട്, പിന്നെ ക്യാപ്സിക്കം, അങ്ങനത്തെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ക്യാബേജ് നിറച്ചരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ആ തവയിൽ കിടന്നങ്ങ് സിസിലായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് കരിയും ആ ക്യാബേജൊക്കെ അടിയുന്നു. എന്നിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മ എന്നാ ടേസ്റ്റാണെന്നറിയോ. ഇത് കഴിച്ചു നോക്കാത്തവർ ലുലു പോയി ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് കഴിച്ചു നോക്കണം. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 500 and 600 ഇടയ്ക്കാണ്. എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞൂടാ. പക്ഷേ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഇതിപ്പോൾ എൻ്റെ മുമ്പിൽ ഇതിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇത് തീർക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയൊരു പാത്രമല്ല നമുക്ക് തീർക്കാമെന്നൊക്കെ, പക്ഷെ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഒരു അര തീർക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് കവിഞ്ഞ് പൊട്ടി നിറഞ്ഞ്, അയ്യോ അത്ര ഹ്യൂജാണ് അതിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ. വർത്ത് ഇറ്റാണ്. അപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ പകുതി പനീർ ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പം ഒരു വെജ്, ദാറ്റ് ഈസ് പനീർ സിസ്ലറും ഓർഡർ ചെയ്യും, ഒരു ചിക്കൻ സിസ്ലറും ഓർഡർ ചെയ്യും. ചിക്കൻ സിസ്ലറും ഈക്വലി ഗുഡാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് പനീർ കഴിക്കുന്ന സമയം കൊണ്ട് മോളും മോനും കൂടി ഒരെണ്ണം ഷെയർ ചെയ്യും, ചിക്കൻ ഷെയർ ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് മോന് കൊടുക്കും, അവൻ കഴിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ കഴിക്കാൻ. അല്ലാതെ നമുക്ക് ഇൻഡിവിജ്വലി ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, നമുക്ക് ഒട്ടും പറ്റില്ല. അതേ കസേര എടുത്തുകൊണ്ട് പോവാട്ടോ. ഓരോരുത്തർക്ക് ഇരിക്കാൻ കസേരയില്ല. ലാസ്റ്റ് ഇരിക്കാൻ സ്ഥലമില്ലാത്തവർ ഇങ്ങനെ തപ്പിപ്പിടിച്ച് കസേരകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടിട്ടിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു സ്ഥിതിയാണ്. എന്നാ മാജിക്കായി ഇതിൻ്റെ അകത്ത് ഈ ലുലുവിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത്രമാത്രം ഒരു ലൈവ്ലിയും കിക്കിംഗ് പ്ലേസ് ഞാൻ കണ്ടിട്ടില്ല വേറെ. എത്ര ആൾക്കാർ കണ്ട ഒരു സ്ഥലമാണെങ്കിലും പിന്നെയും ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പോസിറ്റീവ് വൈബാണ് അതിൻ്റെ ഒരു രസം. ആൾക്കാരുടെ ആ ഒരു എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എറണാകുളം ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഹോളിഡേ ആണെങ്കിലും ഹോളിഡേ അല്ലെങ്കിലും ലുലു ഫുള്ളാണ്. അവർക്കൊക്കെ എറണാകുളംകാർക്ക് സ്പെഷ്യലി ഇഷ്ടമാണ്. ഞാൻ പക്ഷെ കേട്ടത് ട്രിവാൻഡ്രം ലുലു ഇത്രയും സക്സസ്ഫുൾ അല്ല, അത്രയും ജനമില്ല എന്നാണ് കേട്ടത്. ഐ ഡോണ്ട് നോ അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൊച്ചിയിലെ ആൾക്കാർ, നല്ല വൈബുള്ള ആൾക്കാർ എല്ലാവരും വെളിയിലിറങ്ങും ഇതുപോലെ എൻജോയ് ചെയ്യാനായിട്ട്. അപ്പം ഇതൊരു സൺഡേ ഇങ്ങനെയൊക്കെ വന്നൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ആകെ കിട്ടുന്ന ഒരു ഹോളിഡേ, അന്നൊന്ന് വെളിയിൽ വന്നൊന്ന് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ രസമല്ലേ. അപ്പം ഞാൻ ഈ ഓരോ പ്രാവശ്യം ഊതി കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, നാവ് പൊള്ളിയിട്ട് നാവ് ഞാനിങ്ങനെ ഊതുന്ന ഇതാ കാണിക്കുന്നത്. അവരുടെ ചിക്കൻ വന്നു, ചിക്കനും മാഷ്ഡ് പൊട്ടറ്റോ ഒക്കെ ആയിരുന്നു കേട്ടോ അവരുടെ. മോൻ കണ്ട ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. സിസ്ലർ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അവർ അത് നല്ല പോലെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്.
കുഞ്ഞിന് ഞങ്ങൾ നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ് വാങ്ങിച്ചു കൊടുത്തു ആൾക്ക്. അപ്പോൾ അത് ഈസി ആയിട്ട് കഴിക്കാം. പിന്നെ എൻ്റെ പനീർ ഷെയർ ചെയ്തു. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അന്ന് കഴിച്ചത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി മൊമെന്റ്സ്. ബൈ ബൈ.